ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, നമ്മുടെ എല്ലാം ഫേവറേറ്റായ ഇഷ്ടത്തോടെ എപ്പോഴും മടുപ്പില്ലാതെ കഴിക്കുന്ന ഒരു ഫുഡാണ് പൊതിച്ചോറ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ആ പൊതി തുറക്കുന്ന സമയമുണ്ടല്ലോ, അതിൻ്റെ ഒരു വാസന, ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും അപാര ഇതാണ്. എപ്പോഴും ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കും, ഇല കിട്ടുമ്പോഴെല്ലാം ഉണ്ടാക്കും. പിന്നെ അത് പല പല ഓർമ്മകൾ വരും. ഇനി നമുക്ക് പൊതിച്ചോറ് എങ്ങനെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയത് ആദ്യം മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് പൊട്ടറ്റോ കഴുകി വൃത്തിയാക്കിയത് നല്ല വെള്ളത്തിൽ 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കണേ. അതൊരു പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂണ് ചില്ലി ഫ്ലെക്സും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടാകും. ഇനി ആവശ്യത്തിന് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് വേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കുക. അതിനുശേഷം ഒന്നും കൂടെ അടച്ചു വയ്ക്കുക. പിന്നെ തുറന്ന് നോക്കുക, അന്നേരം നല്ല മുരിഞ്ഞിട്ടുണ്ടാകും. പൊതിച്ചോറിന് നല്ല ടേസ്റ്റാണ് ഈ കിഴങ്ങ് മെഴുക്ക് പുരട്ടി. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്തത് ബീട്രൂട്ട് തോരൻ. അതിന് 2 ഇടത്തരം ബീട്രൂട്ട് ചെറുതായി കൊത്തി അരിഞ്ഞതും അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് വേപ്പിലയും കൂടെ ഇട്ടിട്ട് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചു വേവിക്കുക. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുക, അന്നേരം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടാകും. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിന് ശേഷം 1/4 സ്പൂണ് കുരുമുളക് പൊടി. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ നല്ലതായി കുരുമുളക്. 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക. 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ബീട്രൂട്ട് തോരൻ റെഡിയായി. ഇനി നമുക്ക് അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. അതിനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 1 സ്പൂണ് പച്ചമല്ലി, അതിൻ്റെ കൂടെ 2 വറ്റൽമുളക് ഒന്ന് ഫ്രൈ ചെയ്യുക. അതിനുശേഷം 3-4 ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർക്കുക. 2-3 വേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. അതിനുശേഷം അരമുറി തേങ്ങ ചേർക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ, ഒരുപാട് ഡാർക്ക് ആവണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ പച്ചച്ചുവ മാറിയാൽ മതി. ഒന്ന് ഇളക്കുക. അതിനുശേഷം അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1/2 സ്പൂൺ ചേർക്കുക. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ, ചെറിയ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് ഇത് തണുക്കാൻ വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പാവയ്ക്ക വറുക്കാൻ. ഇത് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നതാണ്. പാവയ്ക്കയുടെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, അത് കാണണേ. അതാണെങ്കിൽ എണ്ണയിൽ ഇട്ട് നല്ല രീതിയിൽ ഇളക്കുക. അത് നല്ല മൂത്ത് വരുന്നവരെ ഇളക്കിയിട്ട് കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ പാവയ്ക്ക വറുത്തതും റെഡിയായി. ഇപ്പം തേങ്ങ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചു കൊണ്ടുവരാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് മീൻ വറുക്കാവുന്നതാണ്. മീനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി,
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉപ്പ്, ഇത്രയും കൂടെ ചേർത്താണ് ഞാനിത് പുരട്ടി വെച്ചേക്കുന്നത്. അതും കൂടെ വറുക്കാം. അത് മൂത്ത് വരുമ്പോൾ അതും പാനിൽ നിന്ന് എടുക്കാം. ഇനി നമുക്ക് ഒരു ഓംലെറ്റ് ശരിയാക്കാം. അതിന് ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പച്ചമുളകും സവാളയും കൂടെ ചെറുതായി അരിഞ്ഞത് ഉപ്പും ചേർത്ത് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് അത് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ തിരിച്ചിടുക. അങ്ങനെ ഓംലെറ്റും ശരിയായി. ഇനി നമുക്ക് വാഴയില വാട്ടിയെടുക്കാം. ഇതിപ്പം ഞാൻ ലുലുന്ന് വാങ്ങിച്ച ഇലയാണ്. ഇലയ്ക്ക് വലിയ വീതിയൊന്നുമില്ല, നീളമുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ വാഴയിലയിൽ വെച്ച് എങ്ങനെ പൊതിഞ്ഞെടുക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ എല്ലാ ഐറ്റംസും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇല വാട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുക. അതിനുശേഷം ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇടുക. നല്ല ഒതുക്കി വേണം വയ്ക്കാൻ. ഇനി വേണ്ടിയത് ഉപ്പുവെള്ളം അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രെഡ് ചെയ്യുക. അതേപോലെ തന്നെ 1/2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് തുറക്കുമ്പം നല്ല മണമായിരിക്കും. അങ്ങനെ ചമ്മന്തി ഉരുട്ടി ചോറിൻ്റെ അകത്തോട്ട് വയ്ക്കുക. എന്നിട്ട് ചോറ് നല്ല രീതിയിൽ ഒതുക്കിയെടുക്കുക. ഇനി അതിന് ശേഷം പാവയ്ക്ക വറുത്തത്, ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ. ഈ പൊതിച്ചോറിന് ഇത് മസ്റ്റായിട്ട് ഇത് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി വെച്ച് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ്. ഒട്ടും കയ്പില്ല ഈ പാവയ്ക്കയ്ക്ക്. ഇനി ബീട്രൂട്ട് തോരൻ വയ്ക്കുക. അതിനുശേഷം പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി അതും വയ്ക്കുക. പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, വെള്ളക്കിട്ട നാരങ്ങ അച്ചാർ, അതേപോലെ തന്നെ മുളകിനിട്ട അച്ചാർ എല്ലാം കൂടെ അതിൽ വയ്ക്കുക. അതിനുശേഷം വറുത്ത മീനുകൾ വയ്ക്കുക. പിന്നെ വേണ്ടിയത് മുട്ട പൊരിച്ചത്, അതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് വയ്ക്കുക. ഇനി നല്ല ഒതുക്കി പൊതിയുക. ഈ ഇലയ്ക്ക് വീതി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പ്രശ്നമായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നല്ല ഒതുക്കി മടക്കിയെടുക്കുക. അതിന് ശേഷം ഇനി ഒരു പേപ്പറിൽ പൊതിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഒരു 4-5 മണിക്കൂറിന് ശേഷം നമുക്കിത് പൊതി കഴിക്കാം.
ഒന്നും പറയാനില്ല. ഈ പൊതി കഴിച്ചപ്പം അതിൻ്റെ വാസന വല്ലാത്തൊരു ഇതായിരുന്നു. എന്താ പറയുക, നമ്മൾ മറ്റ് എപ്പോഴും കഴിക്കുന്ന ഭക്ഷണം നിന്ന് ഒരുപാട് ഈ ഭക്ഷണം കഴിച്ചു പോകും. അത്രയ്ക്കും ടേസ്റ്റാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്കും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.